കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീലിന്റെ ഭാഗത്ത് നിന്നാണ് ആ പരാമർശം ഉണ്ടാകുകയും ചെയ്തത്. ഫാദർ ഫിലിപ്പ് കവീൽ ഇപ്പോൾ ഗോവിന്ദച്ചാമി എന്ന പ്രയോഗം MV ഗോവിന്ദനെ വിമർശിക്കുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് CPM-നെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പാംബ്ലാനി പിതാവുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രശ്നമെങ്കിൽ പാംബ്ലാനി പിതാവിനെ സഭയ്ക്ക് അകത്തുനിന്ന് തന്നെ വിമർശിക്കുന്നുണ്ട്, ലോഹയിട്ടവരും അല്ലാത്തവരും വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നിലപാടെടുത്ത് രാഷ്ട്രീയമായി നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു നിലപാടിനെ വിമർശിക്കുമ്പോൾ ഈ രൂപത്തിൽ അതിനോട് പ്രതികരിക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, അത് പിണറായി വിജയനെ തോൽപ്പിക്കാൻ MV ഗോവിന്ദൻ നടത്തിയ നടപടി എന്നൊക്കെ പറയുമ്പോൾ അതിൽ വീണ്ടും CPM-നകത്തൊരു രാഷ്ട്രീയത്തിൽ കയറി കളിക്കുകയാണ് നിങ്ങൾ. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ രാഷ്ട്രീയം പറയേണ്ട കാര്യമുണ്ടോ സഭയ്ക്ക്? ഇതിൻ്റെ അകത്ത് നേരത്തെ നടന്ന ചർച്ച എനിക്ക് മുഴുവൻ കേൾക്കാൻ സാധിച്ചില്ല. പക്ഷേ എന്നാലും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ എഴുതി കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതാണ് MV ഗോവിന്ദൻ നടത്തിയത് സ്ഥലകാല ബോധമില്ലാത്തൊരു പ്രതികരണമാണ് എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ ഗോവിന്ദച്ചാമിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് എന്താണ്, ഈ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന CPM സെക്രട്ടറി എന്ന ആ വലിയ പൊസിഷനിലിരിക്കുന്ന ആൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ അത് വളരെ താഴ്ന്ന നിലയിലുള്ള ഒരാൾ പറയുന്ന രീതിയിലായിപ്പോയി. അദ്ദേഹത്തെ അല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സംസാര രീതിയാണ്. മാർ ജോസഫ് പാംബ്ലാനി എന്ന സമുദായത്തിൻ്റെ ഒരു ആർച്ച് ബിഷപ്പിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചപ്പോൾ അതിനോടുള്ള പ്രതികരണമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു ആൾ അദ്ദേഹത്തിൻ്റെ മൊഴികൾ എപ്പോഴും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹം കുറ്റവാളിയാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞ രീതിയിൽ വരരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ CPM സംസ്ഥാന സെക്രട്ടറി എന്താണ് മാറ്റാതിരുന്നത്? അദ്ദേഹത്തിന് ഒരാഴ്ചയെങ്കിലും ഒരു നിലപാട് സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നേക്ക് ഒരു മാസം മുമ്പ് ഇവിടെ ആ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹം RSS ബന്ധവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ, അതിനെപ്പറ്റി കേരള മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് ശാസിച്ചില്ലേ? മൈക്ക് കാണുമ്പോൾ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ സ്ഥലകാല ബോധമില്ലാതെ ജൽപ്പനങ്ങൾ നടത്തരുത് എന്ന് ഇവിടെ ആരാണ് പറഞ്ഞത് എന്ന് പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ പിന്നെ എന്താ അത് അങ്ങനെ പറയുന്നത്? CPM സംസ്ഥാന സെക്രട്ടറിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പൊസിഷനെ ബഹുമാനിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ പൊസിഷൻ അനുസരിച്ച് മാന്യമായിട്ടും ബഹുമാനത്തോടെ മറ്റുള്ളവരോടും ഇടപെടണം. ഒരു പാംബ്ലാനി പിതാവിനെ അധിക്ഷേപിച്ച് സംസാരിക്കാം, തിരിച്ച് അങ്ങോട്ട് പറയുമ്പോൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ ഫാസിസം എന്നൊക്കെ പറയുമ്പോൾ ഫാസിസം നമ്മൾ ഇവിടെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കണ്ട ഫാസിസം ഒന്നും കേരളത്തിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ കണ്ട ഫാസിസത്തോട് ഇത്രയും രൂക്ഷമായ ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുമില്ല. കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കാണിച്ച കണ്ടില്ലേ? വളരെ രൂക്ഷമായിട്ട് എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ എടുത്തു പറയാം. അഭിനന്ദൻ മാർ ജോസഫ് പാംബ്ലാനി പിതാവ് എറണാകുളത്ത് അങ്കമാലിയിൽ വെച്ച് വളരെ ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. കാണുന്നില്ലേ? ഒരു പ്രത്യേക സ്തുതി എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താണ്? ഇത് വ്യതിരിക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പാംബ്ലാനി പിതാവ് പറഞ്ഞത് എന്താണ്? ഇതിൻ്റെ അകത്ത് BJP-യിലെ കേരള ഘടകത്തിൽ നിന്ന് 2 പേര് ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥമായി അവിടെ പോയി സഹകരിച്ചതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും ഞങ്ങൾ മാറ്റി പറയുന്നില്ല. അതേ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ സഹായിച്ചു. ശ്രീ KC വേണുഗോപാൽ, സണ്ണി ജോസഫ് സാറ്, അതുപോലെ റോജി M. ജോൺ, സജീവ് ജോസഫ് സാറ്, മറ്റു നേതാക്കന്മാരെയൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയിൽ ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ടു, അതൊക്കെ പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഇവർക്ക് നന്ദി പറഞ്ഞത് ഒരു പ്രോഗ്രാമിനിടയ്ക്ക് പിതാവ് പോകാൻ തിരക്കിട്ട് വണ്ടിയെ കയറുന്നതിന് മുമ്പ് അവർ ഓടി വന്ന് ഈ BJP നേതൃത്വത്തിൻ്റെ കാര്യം കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ അതിന് നന്ദി പറഞ്ഞു. അത് മാത്രം എടുത്തു വെച്ച് പർവ്വതീകരിച്ച് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തന്നെ തെറ്റാണ്. നമ്മളൊരു കാര്യം ഇപ്പം കുറച്ച് നേരം മുമ്പേ അവിടെ 300 രൂപയുടെ കഥ പറയുന്നത് കേട്ടോ, കോൺഗ്രസ് സഹയാത്ര. അതിനെക്കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയാനുണ്ട്. അത് ആലക്കോട് വെച്ച് കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ ഒരു റാലിയിൽ വെച്ചാണ് പിതാവ് പറഞ്ഞത്. പിതാവ് പറഞ്ഞതിൻ്റെ ഒരു വാചകം മാത്രമേ ഉള്ളത്. പിതാവ് ആദ്യം പറഞ്ഞത് ഇവിടെ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്, പ്രത്യേകിച്ച് റബ്ബർ കർഷകർ. കോൺഗ്രസ്സുകാരൻ റബ്ബർ കർഷകരെ സഹായിക്കുമെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിനെ സഹായിക്കും, മാർക്സിസ്റ്റുകാരെ സഹായിക്കുമെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷത്തിനെ സഹായിക്കും. നിങ്ങൾ BJP-ക്കാർ MP ഇല്ലെന്നുള്ള വിഷമത്തിന് കരഞ്ഞുകൊണ്ട് നടക്കുമല്ലേ? ഞങ്ങളുടെ കർഷകരെ സഹായിക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നാണ് കൃത്യമായിട്ട് പാംബ്ലാനി പിതാവ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് BJP-യുടെ കാര്യം മാത്രം എടുത്ത് പർവ്വതീകരിച്ച് കാണിച്ചു പിതാവിനെ BJP പക്ഷത്താക്കി. അത് ശരിയല്ല. ഇനി ആ
പറഞ്ഞതിൽ തന്നെ എന്താണ് തെറ്റുള്ളത്? ഒരു കർഷകരുടെ കാര്യം പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ട ആളാണ് അവിടുത്തെ MP. ആ MP എന്ന് പറയുന്ന കർഷകനെ സഹായിക്കുന്ന ആളായിരിക്കണം. അത് തരാൻ തയ്യാറുള്ളത് ഏത് പക്ഷമാണോ ആ പക്ഷത്തെ സഹായിക്കുമെന്നാണ് പിതാവ് പറഞ്ഞത്. ആ പറഞ്ഞത് ഇന്ന് ഞങ്ങൾ ആ നിലപാടിൽ നിലനിൽക്കുന്നു. അത് BJP ആകട്ടെ, മാർക്സിസ്റ്റ് ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഏത് പാർട്ടിക്ക് സാധ്യതയുണ്ട്. ജനാധിപത്യപരമായി അവർക്ക് നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്നവരെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ചോദ്യം. ഒരു പ്രശ്നമില്ല. RSSന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പറയില്ല. ഇപ്പോ സാമ്പത്തികമായ ഒരു ആനുകൂല്യം ചെയ്യുന്നു BJP ഗവൺമെന്റ്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് കൊടുക്കും. കൃഷിക്കാർക്ക് റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നു, അതുകൊണ്ട് BJPക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയമല്ല അതിലുള്ളത്, സാമ്പത്തിക താല്പര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും എലിമിനേറ്റ് ചെയ്യുക, ഉന്മൂലനം ചെയ്യുക, വംശീയമായ ഏറ്റവും വലിയ ആക്രമണത്തിന് വിധേയമാകുകയാണ് മതന്യൂനപക്ഷങ്ങൾ. അത്തരമൊരു ഘട്ടത്തിൽ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കുന്ന ശക്തമായ ഒരു നിലപാടിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ ഇവരുടെ വാദം? ശരി, അങ്ങനെയെങ്കിൽ ശ്രീ AK ബാലൻ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.